വയറ്റിൽ കാറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഇന്ത്യൻ ആണോ സൗത്ത് ഇന്ത്യൻ ആണോ എന്ത് കുന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മതി എന്നല്ലേ. ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. രാവിലെ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. സീസൺ ഷോപ്പിംഗ് ഇല്ലേ, വിന്ററിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിള്ളേർക്കേ. എന്റെ ദൈവമേ, മടുത്തുപോയി. അതുപോലെ ഈ ഡ്രസ്സ് എടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴേ വിശന്നിട്ട് കണ്ണും കാണാൻ പാടില്ല. എന്നാൽ പിന്നെ ഇവിടെ അടുത്തൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നേ. ഞങ്ങൾ സാധാരണ ഇവിടെ ഈ ഷോപ്പിൽ വന്നു കഴിയുമ്പം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അവരത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് വരെ ഇരിക്കാനുള്ള ക്ഷമ പോലും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു മാംഗോ ഷേക്ക് വാങ്ങിച്ചാൽ കുടിച്ചു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ അവിടെ കറങ്ങി വീണാലോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്ത് കിട്ടിയാലും കഴിക്കുന്നവരായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കഴിഞ്ഞിട്ടില്ലായിരുന്നേ. രണ്ടുപേർക്കും കൂടെ ഓഫ് കിട്ടുന്നത് വളരെ റയറാ. എന്നാൽ പിന്നെ ഇറങ്ങിയിപ്പം കാര്യമായിട്ട് നടത്തിയേക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് പുറത്തിറങ്ങണ്ടല്ലോ. ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, ചൂടത്ത് നമ്മൾ വേറെ ഡ്രസ്സ് എടുക്കണം, തണുപ്പത്ത് നമ്മൾ വേറെ ഡ്രസ്സ് എടുക്കണം. നമുക്ക് പിന്നെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വെച്ചാലും പിള്ളേരുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അവർ സ്കൂളിലൊക്കെ പോകുന്നതല്ലേ. എന്തായാലും ഇനിയൊരു ഈ സീസൺ തീരുന്നത് വരെയുള്ള ഡ്രസ്സ് എടുത്ത് തീർത്തിട്ടുണ്ടോ. കയ്യിലെ പൈസയും അത്യാവശ്യം പൊടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. എന്ത് ചെയ്യാനാ, മേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞപ്പം വീട്ടിലത്തേക്ക് വൈകിട്ടത്തേക്കുള്ളൊരു ഫുഡും വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞാനേ അവിടുന്ന് ഒരു ലഡു വാങ്ങിച്ചായിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യൻകാരുടെ ലഡു ഇല്ലേ, വലിയത്, നല്ല ഓറഞ്ച് കളറിലിരിക്കുന്നത്. എനിക്കത് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ വല്ലപ്പോഴും ഒരെണ്ണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലേ. അപ്പം അതും കൂട്ടി മധുരമിടാത്ത കട്ടൻ ചായയും കൂട്ടി കഴിച്ച് വൈകുന്നേരം കാപ്പി കൂടി അങ്ങനെ അങ്ങ് തീർത്തു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊന്നും ചെയ്യാൻ ഇന്നധികം സമയമൊന്നുമില്ല. ഇനി അടുത്ത ഓഫ് കിട്ടുന്നതിനും വരെ നോക്കിയിരിക്കണം. അല്ലാതെ എന്നാ ചെയ്യണേ, കാര്യങ്ങളെല്ലാം നടക്കണ്ടേ. എന്നാ പിന്നെ ശരി, പിന്നെ കാണാവേ.